ഇപ്പോൾ മുജാഹിദുകൾ പ്രസംഗിക്കുന്നത് തന്നെ ചിലതൊന്നും കേൾക്കാൻ പാടില്ല, പോകാൻ പാടില്ല എന്ന് ഊരുവിലക്ക് ഇവിടെ പലരും വന്നിട്ടില്ല. എന്താ കാരണം? അത് നമുക്ക് പറ്റൂല. അത് നമ്മളെ സംഘടനയുടെ ഔദ്യോഗിക യോഗമല്ല. നമ്മൾ ജനങ്ങളോട് പറയൽ എന്താണ്? ദീനീ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന, നമ്മളെ വഴിതെറ്റിക്കുകയില്ല. ഒരു നിരീശ്വരവാദോ നിർമ്മലവാദോ ഭൗതികവാദോ ഒന്നും പ്രസംഗിക്കുന്ന സ്ഥലമല്ല. കുഫറും ശിർക്കും പ്രസംഗിക്കുന്ന സ്ഥലമല്ല. എങ്കിൽ ദീനിയായ നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതെല്ലാം കേൾക്കണം. എന്നിട്ടതിൽ ഏറ്റവും ഉത്തമമായതിനെ പിൻപറ്റണം. പറയുന്നത് കേട്ടതൊന്നും അപ്പാടെ വിഴുങ്ങാതെ അതിനെ സംബന്ധിച്ച് പ്രാമാണികമായി പഠിക്കാൻ ശ്രമിക്കണം. അങ്ങനെ നാം പഠനത്തിന്റെയും അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിൽ ദീനീ വിഷയങ്ങൾ മനസ്സിലാക്കണമെന്നാണ് നമ്മൾ പറയാറുള്ളത്. സുഹൃത്തുക്കളെ, നമ്മളൊക്കെ ഖുറാഫിസത്തിലേക്ക് പോയി, അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിലേക്ക് പോയി എന്ന് പറയുന്ന ആളുകൾ ആരാണ് ഇവിടെ ഖുറാഫിസത്തിന്റെ സ്വഭാവം കടമെടുത്തിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ ഇന്നലെ നാദാപുരത്ത് വെച്ച് നടന്ന പരിപാടി, അത് 2 ദിവസം മുമ്പ് നടക്കേണ്ടതായിരുന്നു. നമ്മുടെ സഹോദരൻ ജാബിർ കായക്കൊടി പെട്ടെന്ന് ഒരു ആക്സിഡന്റിൽ മരിക്കുകയും ആ പ്രദേശമാകെ ദുഃഖസമാനമായ ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തപ്പോൾ നമ്മൾ ആ പരിപാടി ഇന്നലത്തേക്ക് മാറ്റിവെച്ചു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സുഹൃത്തുക്കളെ, ആ നാദാപുരം പരിപാടിയുടെ പോസ്റ്ററുകൾ ഈ എരഞ്ഞിക്കീഴിൽ പകലോത്തൂർ പ്രദേശങ്ങളിൽ ഒട്ടിച്ചിട്ട് പല സ്ഥലത്തൊന്നും പോസ്റ്റർ കാണുന്നില്ല. രാത്രിയിൽ കൊണ്ടുപോയി പറിച്ചിട്ട് എവിടെയോ കൊണ്ടുപോയി ഇടുകയാണ്. ആരാ കൊണ്ടുപോയിടുന്നത്? ആരാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച കരങ്ങൾ ആരാണെന്ന് ഈ നാട്ടിലെ ആളുകൾക്കറിയാം. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മറ്റു പല നോട്ടീസും ഇവിടെ ഉണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. പ്രസ്ഥാനത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തുപോയി വേറെ സംഘടനയും വേറെ സംരംഭവുമായി നീങ്ങുന്ന ആളുകൾ ഇവിടെ ഉണ്ട്. അവരെ പോസ്റ്റർ ഒരു കുഴപ്പമില്ല. അവരെ പരിപാടിക്ക് പോകരുതെന്ന് പറയുന്നില്ല. ഇവിടെ ചേകനൂർ പുറത്തുപോയി, CN അഹമ്മദ് വലി പുറത്തുപോയി. അവരൊന്നും പരിപാടി കേൾക്കരുതെന്ന് ഒരിക്കലും തന്നെ ഇവിടെ സർക്കുലർ ഇറക്കിയിട്ടില്ല, ആളുകളോട് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇപ്പോൾ ആ രീതിയിലേക്ക് പോസ്റ്റർ കീറുക, പെർമിഷൻ മുടക്കുക. നാദാപുരം ടൗണിൽ വെച്ച് നടക്കേണ്ട പരിപാടി കല്ലാച്ചിയിലേക്ക് മാറ്റാൻ കാരണം എന്താ? പോലീസുകാർ പറഞ്ഞു നാദാപുരത്താണെങ്കിൽ 8 മണി വരെ പെർമിഷൻ തരാൻ പറ്റുള്ളൂ. വല്ലാതെ ചോദിച്ചപ്പോ പറയാണ് ഞങ്ങൾക്ക് വല്ലാത്ത സമ്മർദ്ദമുണ്ട്, അതുകൊണ്ടാണ്. അങ്ങനെയാണ് കല്ലാച്ചി കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റേണ്ടി വന്നത്. പുളിക്കൽ ഞാൻ പ്രസംഗിച്ചപ്പോ ഇവിടെ ഈ കോക്കസുകാർ അവിടെ നടത്തിയ പരിപാടി രാത്രി 1:30 വരെ നടന്നു. പോലീസ് ഒരു ആക്ഷേപവും പറഞ്ഞില്ല. ഞങ്ങളെ പരിപാടി 9:45 കഴിഞ്ഞപ്പോ തന്നെ നിർത്തൂ എന്നിട്ട് ഇങ്ങനെ പോലീസ് വരിക. എന്താ കാരണം? പോലീസ് സ്റ്റേഷനിൽ പല ഫോണുകളും വരുന്നു, സമ്മർദ്ദം. അങ്ങനെ നിർത്തേണ്ടി വന്നു. പക്ഷെ അള്ളാന്റെ അനുഗ്രഹത്താൽ 2 ദിവസത്തേക്ക് പെർമിഷൻ എടുത്തത് കൊണ്ട് അത് നടന്നു. നിങ്ങൾ നോക്കൂ, കണ്ണൂരിൽ നമ്മൾ വിശദീകരണ യോഗം വെച്ചപ്പോ കണ്ണൂർ KNM കമ്മിറ്റി ക്യാമറയുമായി ആളെ നിർത്തിക്കായിരുന്നു. ആരൊക്കെയാണ് സക്കരിയ സലാഹിയുടെ പ്രസംഗം കേൾക്കാൻ വരുന്നത്? എന്നിട്ട് ഉളുപ്പില്ലാതെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വരുന്ന ആളുകളെ, ഒരാൾ ഫോട്ടോ എടുക്കണമെങ്കിൽ പെർമിഷൻ വേണമെന്ന നിയമം. എന്നിട്ട് ഫോട്ടോ എടുത്തപ്പോ ചില ആളുകൾ മുമ്പിൽ വരുന്നു, എടുക്കണ ഫോട്ടോ എടുക്ക്, എന്താ കാണിക്കണേ? ഒരു മണ്ഡലം സെക്രട്ടറി വന്നിട്ട് എടുക്കണ ഫോട്ടോ, എന്താ തൂക്കാൻ ഇരിക്കും നീ? അപ്പൊ സംഘടന എന്ന് പറയുന്നത്, സംഘടന പുറത്താക്കപ്പെട്ട ഒരാള് തന്റെ അവസ്ഥ വിവരിക്കുന്നത്, താൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് ഈ നാട്ടിലെ ആളുകളോട് പറഞ്ഞു കൊടുക്കണമല്ലോ. ഇദ്ദേഹം ശിർക്കിലേക്ക് പോയി മുശ്രിക്കായി മരിക്കാൻ പോവാണ് എന്ന് പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ വിവരിച്ചു കൊടുക്കാൻ വേണ്ടി വിളിച്ച മീറ്റിംഗിൽ കേൾക്കാൻ പോകുന്നവരെ ഫോട്ടോ എടുക്കുക. മഗ്‌രിബായപ്പോ പിന്നെ ഓനെ കാണാൻ അങ്ങനെ ക്യാമറയിൽ ഒതുങ്ങുന്നില്ല ആളുകൾ, ജനം ഒന്നായിട്ട് വരിക. വലിയ പുരോഗമനവാദിയായ ഡോക്ടർ സുൽഫിക്കർ മെമ്പറായിട്ടുള്ള പള്ളി അവിടുത്തെ ഇമാം ഈ പരിപാടി ഒന്ന് കേൾക്കാൻ വന്നു കണ്ണൂര്. കുറച്ചേരം നിന്ന് പിന്നെ മഗ്‌രിബ് ജമാഅത്തിന് പോയി, പിന്നെയും പോയി ഇശാ ജമാഅത്തിനും പോയി. ജമാഅത്തിനൊന്നും അയാൾ മുടക്കിയില്ല. എന്നിട്ട് പോലെ അയാളെ പിറ്റേന്ന് പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഖുറാഫികൾ പോലും ചെയ്യാത്തതാ. പണ്ടൊക്കെ ഉണ്ടായിരുന്നു, മുജാഹിദീങ്ങളെ വയലിലേക്കാൻ പോയാൽ പിന്നെ മൗലവിക്ക് ചോറ് കൊടുക്കൂല, മഹലിൽ നിന്ന് പുറത്താക്കും. ഇത് മൗലവിയും കുട്ടികളൊക്കെ ഒന്നും ചോദിക്കും, ഒരു പ്രശ്നമല്ല. ഈ രൂപത്തിലേക്ക് പഴയ ഖുറാഫികൾ അവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ KNM ഒരു കോക്കസ്, KNM ഒരുപാട് നല്ല മനുഷ്യന്മാരുണ്ട്, പക്ഷെ ഒരു കോക്കസ് ഇപ്പോ നേതൃത്വം പിടിച്ചെടുത്തിട്ട് അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, കോളേജിൽ കുട്ടികൾ പരിപാടി കേൾക്കാൻ വന്നിട്ട് അവർക്ക് ഭക്ഷണം മുടക്കുക. ഇടവണ്ണയിൽ ഞാൻ പ്രസംഗിച്ചപ്പോൾ 2-3 കുട്ടികൾ അത് കേൾക്കാൻ വന്നിട്ട് അവർക്ക് ഭക്ഷണം മുടക്കിയ ഒരു ഹോട്ടലിനകത്തുന്ന ദിവസങ്ങളോളം. പുളിക്കൽ എന്റെ പ്രസംഗം കേൾക്കാൻ വന്നതിന്റെ പേരിൽ പുളിക്കൽ മദീനത്തുൽ ഉലൂമിലെ ഹോസ്റ്റലിലെ കുട്ടികൾക്ക് 50 രൂപ ഫൈന്, അല്ലെങ്കിൽ അവിടെയുള്ള പാത്രം മുഴുവൻ കഴുകണം. ആരാത് ചെയ്തത്? മദീനത്തുൽ ഉലൂമിലെ അധ്യാപകർ. മദീനത്തുൽ ഉലൂമിലെ ഒരു അധ്യാപകൻ ഈ കോക്കസിന്റെ പരിപാടിന്റെ അന്ന് കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു, ഇതാ എല്ലാം കേൾക്കണം, നമ്മൾ രണ്ടും കേൾക്കണം, രണ്ടും മനസ്സിലാക്കണം. കാരണം കോക്കസിന്റെ പരിപാടി കാണുവാണല്ലോ. എന്നിട്ട് കുട്ടികളൊക്കെ കാട്ടി തെളിച്ചു കൊണ്ടുപോയി. നിങ്ങൾക്കറിയോ, പൂനൂരിൽ നടന്ന പരിപാടിക്ക് നാദാപുരം അൽഫുർഖാനെന്ന് കുട്ടികളെ നിർബന്ധിച്ചു കൊണ്ടുപോവാണ്. ഇടവണ്ണെന്ന് വണ്ടി എടുത്തു വരിക പൂനൂരിലേക്ക്. എന്തിനാ ഇത്? അത് ശരി, ആ ഒരു സ്വാതന്ത്ര്യം മറ്റു പരിപാടിക്ക് കൊടുക്കണ്ടേ? അപ്പൊ സ്ഥാപനങ്ങൾ ഉപയോഗിച്ച് മിമ്പറിൽ ഇമാമയെ കൊണ്ട് നിർബന്ധപൂർവ്വം പറയിപ്പിച്ച് സ്ഥാപനങ്ങളെ കുട്ടികളെ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടൊക്കെയാണ് ഇവർ പരിപാടി നടത്തുന്നത്. ഇത് മാത്രമല്ല, തൃശ്ശൂരിൽ ചെന്നപ്പോ, മഞ്ചേരി ഒരു പരിപാടി കഴിഞ്ഞിട്ടുള്ളൂ, 2ാമത്തെ പരിപാടിക്ക് തൃശ്ശൂർ ചെന്നപ്പോ അവിടെ പള്ളിയിൽ നോട്ടീസ് എഴുതി ഒട്ടിച്ചിരിക്കുന്നു, ഇവിടെ ഒരു വിശദീകരണ യോഗം നടക്കുന്ന ഒരാളില്ല, നോട്ടീസ് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അത് നമ്മുടെ സംഘടനയുമായി ബന്ധമുള്ളതല്ല, അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ ആരും സഹകരിക്കാൻ പാടുള്ളതല്ല എന്ന് KNM സെക്രട്ടറി പ്രസിഡന്റ്. ഈ ക്രിസ്ത്യാനികൾക്ക് ഇടയലേഖനം ഇറക്കാന്നുള്ളത്
ഇടവകയിലെ ചില കാര്യങ്ങളൊക്കെ അച്ഛന്റെ തിരുവായിലൂടെ വായിച്ചു കേൾപ്പിക്കും, ഇടയന്മാരൊക്കെ അതനുസരിച്ചോളണം. ഈ രീതിയിൽ അതപ്പതിച്ചു പോയി സുഹൃത്തുക്കളെ ഇവര്. കൊല്ലം ജില്ലയിലെ ഒരു പ്രവർത്തകൻ മഞ്ചേരിയിൽ പരിപാടിക്ക് വന്നതിന്റെ പേരിൽ അയാൾക്ക് ഇപ്പോൾ വിശദീകരണം ചോദിച്ച് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ കേരള ജമിയത്തുൽ ഉലമയുടെ പേരിൽ നടക്കുന്ന വിശദീകരണ യോഗങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായി ഈ രൂപത്തിൽ ആളുകളെ ചേരിതിരിക്കാനും മുജാഹിദ് പ്രവർത്തകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുമാണ് സുഹൃത്തുക്കളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഷാഫി സലാഹി ചെങ്ങലീരി അദ്ദേഹം ഈ കോക്കസിന്റെ വഴിവിട്ട പ്രവർത്തനങ്ങളെ എതിർക്കുന്നു എന്ന നിലക്ക് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ CD കവർന്ന് മാറ്റി. നല്ല ദഅവത്ത് താല്പര്യമുള്ള ആളുകൾക്ക് വാങ്ങുന്ന പുസ്തക പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന ചെറിയ ലഘുലേഖ 1,10,000 കോപ്പി ഇതുവരെയായിട്ട് അടിച്ചിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ അത്ര അടിച്ച ബുക്കില്ല. ആ അത്തരത്തിലുള്ള ചെറിയ ചെറിയ ലഘുലേഖകൾ ഉൾക്കൊള്ളുന്ന ഷാഫി സലാഹിയുടെ പുസ്തകങ്ങൾ CD കവർന്ന് എടുത്തു മാറ്റി. അതേസമയം അബ്ദുറഹ്മാൻ ബുക്ക് ഇപ്പോഴും വിൽക്കുന്നുണ്ട്, ഒരു പ്രശ്നമല്ല. കണ്ടോ? അപ്പൊ ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തിന് വിരുദ്ധമായ തനിച്ച ഖുറാഫാത്ത് ശൈലിയിലേക്ക് ഇവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവരാണ് നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മൾ ഖുറാഫാത്തിലേക്ക് പോയി.